ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ചാപ്റ്റർ 5 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. എന്താണ് മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ? എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യന് വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകിയാൽ മനുഷ്യ മൂലധനം അല്ലെങ്കിൽ മനുഷ്യ വിഭവമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട പരിശീലനവും സിദ്ധിക്കുമ്പോൾ മനുഷ്യ വിഭവം അഥവാ മനുഷ്യ മൂലധനമായി മാറുന്നു. മനുഷ്യ മൂലധനം അല്ലെങ്കിൽ മനുഷ്യ വിഭവങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകർ, ലോയേഴ്സ്, IT വിദഗ്ധർ തുടങ്ങിയവരൊക്കെ മനുഷ്യ മൂലധനത്തിന് ഉദാഹരണമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അധ്യാപന ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനം ലഭിക്കില്ല ഒരു അധ്യാപകന്. അതുപോലെ തന്നെ ഒരു ലോയർ ആണെങ്കിൽ, ഒരു വക്കീലാണെങ്കിൽ LLB അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനം അയാൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറിനാണെങ്കിലും അതെ, അതുമായി ബന്ധപ്പെട്ടുള്ള MBBS എന്നുള്ള പഠനം ലഭിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട പരിശീലനവും ലഭിക്കുമ്പോഴാണ് മനുഷ്യ മൂലധനം ആയി മാറുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മനുഷ്യ മൂലധന സ്വരൂപീകരണം അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. മനുഷ്യർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകി മനുഷ്യ മൂലധനമായി മാറുന്ന പ്രവർത്തനത്തെയാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകി മനുഷ്യ മൂലധനമായി മാറുന്ന പ്രവർത്തനത്തെയാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ ആവുകയും എഞ്ചിനീയർ ആവുകയും അതുപോലെ തന്നെ അധ്യാപകരായി മാറുന്ന ഒരു മനുഷ്യൻ ഡോക്ടറായി മാറുന്നു, അതുപോലെ തന്നെ എഞ്ചിനീയറായി മാറുന്നു, അതുപോലെ തന്നെ അധ്യാപകനായി മാറുന്നു. ആ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്ന് പറയുന്നത്. അപ്പം എന്താണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകി മനുഷ്യ മൂലധനമായി മാറുന്ന പ്രവർത്തനത്തെയാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്, മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ചിട്ടാണ്. Sources of human capital are first one education, വിദ്യാഭ്യാസം, second one health, ആരോഗ്യം, third one on the job training, ജോലിക്കിടയിൽ പരിശീലനം, fourth one migration, കുടിയേറ്റം, fifth one information. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടമായിട്ട് കരുതുന്നത്. ഒന്നുകൂടി പറയാം: എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിക്കിടയിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫർമേഷൻ. ഇത്രയുമാണ് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടമായിട്ടുള്ള ഒന്നാമത്തെ ഉറവിടമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗവൺമെന്റും രക്ഷിതാക്കളും ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റും അതുപോലെ തന്നെ രക്ഷിതാക്കളും ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിശീലനവും സിദ്ധിച്ച ഒരാൾ, ഇതൊന്നും ലഭിക്കാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരാളേക്കാൾ ഉൽപാദനക്ഷമത ഉള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. വിദ്യ അഭ്യസിച്ച് അതുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിശീലനവും സിദ്ധിച്ച ഒരാൾ, ഇതൊന്നും ലഭിക്കാത്ത വിദ്യാഭ്യാസമില്ലാത്തതും തൊഴിൽ പരിശീലനം ലഭിക്കാത്തതുമായ മറ്റൊരാളേക്കാൾ ഉൽപാദനക്ഷമതയുള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വിദ്യാഭ്യാസം അനിവാര്യമാണ്. അതായത് വിദ്യാഭ്യാസമുള്ള ജനതയ്ക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. വിദ്യാഭ്യാസം ഒരാളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുള്ളതാക്കി മാറ്റുന്നതാണ് പറയുന്നത്. അതായത് വിദ്യാഭ്യാസത്തിനനുസരിച്ച് അയാൾക്ക് നല്ല ജോലി ലഭിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് സാമൂഹ്യ പദവി ഉയർത്തും. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി, സമൂഹത്തിലുള്ള പദവി ഉയർത്തും എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് ലോകത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശേഷി
ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ശേഷി വർദ്ധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് അഥവാ ആരോഗ്യത്തെ കുറിച്ചുള്ളതാണ്. ആരോഗ്യമുള്ളവർക്ക് പണിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആരോഗ്യത്തെ മനുഷ്യ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായിട്ട് നമുക്ക് ആരോഗ്യത്തെ കരുതാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് അഥവാ ജോലിക്കിടയിലുള്ള പരിശീലനത്തെ കുറിച്ചിട്ടാണ്. തങ്ങളുടെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി കമ്പനികൾ ധാരാളം പണം ചെലവഴിക്കാറുണ്ട്. അതായത് ഓരോ സ്ഥാപനവും അവരുടെ ജീവനക്കാരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. ഇത് രണ്ട് വിധത്തിലാണ്. അതായത് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പരിചയസമ്പന്നനായ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ജോലിക്കിടയിൽ വെച്ച് തന്നെ പരിശീലനം നൽകുന്നു. അതായത് പരിചയസമ്പന്നനായിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഫാക്ടറിയിൽ വെച്ച് ജോലിക്കിടയിൽ വെച്ച് തന്നെ പരിശീലനം നൽകുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ജീവനക്കാരെ പരിശീലനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. ഓരോ കമ്പനിയും അവരുടെ ജീവനക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇത് രണ്ട് വിധത്തിലാണ് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നത് പരിചയസമ്പന്നനായിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഫാക്ടറിക്കകത്ത് വെച്ച് തന്നെ ജോലിക്കിടയിൽ പരിശീലനം നൽകുന്നു. രണ്ടാമതായിട്ട് തൊഴിൽ പരിശീലനത്തിനായിട്ട് അവരുടെ ജീവനക്കാരെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒക്കെ പറഞ്ഞയക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രേഷൻ അഥവാ കുടിയേറ്റത്തെ കുറിച്ചിട്ടാണ്. മനുഷ്യ വിഭവങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് കുടിയേറ്റം എന്നത്. ഇക്കാലത്ത് കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് കുടിയേറ്റം എന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് കുടിയേറ്റം എന്നത്. ലക്ഷക്കണക്കിന് കേരളീയർ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ്, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്. ജനങ്ങൾ കുടിയേറി പാർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള തൊഴിലില്ലായ്മ. അതായത് ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ അതുമായി ബന്ധപ്പെട്ട തൊഴിൽ അയാൾക്ക് ലഭിക്കുന്നില്ല. അതിന്റെ ഫലമായി അയാൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കും. രണ്ടാമതായിട്ട് വിദേശത്ത് കൂടുതൽ നല്ല ജോലിക്ക് സാധ്യത, വിദേശത്ത് നല്ല ജോലി ലഭിക്കും എന്ന ഒരു തോന്നൽ. അതായത് വിദേശത്ത് നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത, അതായത് വിദേശത്തുള്ള ജോലിക്ക് ശമ്പളവും കൂടും. അതിന്റെ ഫലമായിട്ട് ജനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ്. മനുഷ്യ മൂലധനത്തിന്റെ അടുത്ത ഉറവിടമാണ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. തക്കതായ കോഴ്സുകൾ, ആ കോഴ്സുകൾ ലഭ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ, വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, തൊഴിലുകൾക്ക് ലഭിക്കുന്ന ശമ്പള നിരക്കുകൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവുകൾ മനുഷ്യ മൂലധനത്തിന് വേണ്ടി വരുന്ന നിക്ഷേപമായിട്ട് കരുതാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഭൗതിക മൂലധനത്തെയും മനുഷ്യ മൂലധനത്തെയും കുറിച്ചാണ്. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും അത്യാവശ്യമാണ്. ഭൗതിക മൂലധനത്തിനും മനുഷ്യ മൂലധനത്തിനും സമാനതകളും അതുപോലെ തന്നെ വിയോജിപ്പുകളും ഉണ്ട്. അതായത് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഉണ്ട്. ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിൽ യോജിപ്പുകളും അതായത് സമാനതകളും അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസ് വിയോജിപ്പുകളും ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സിമിലാരിറ്റീസ്, അതായത് ഫിസിക്കൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള സിമിലാരിറ്റീസിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. Both forms of capital formations are the result of conscious investment decision. ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് രണ്ട് മൂലധന സ്വരൂപീകരണവും നടക്കുന്നത് എന്നാണ് പറയുന്നത്. ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് രണ്ട് മൂലധന സ്വരൂപീകരണവും എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു ലോയറിനെ കുറിച്ച് പറയാം. ഒരാൾക്ക് ലോയർ ആവണം, വക്കീലാവണമെന്നുണ്ടെങ്കിൽ അയാൾ LLB തന്നെ പഠിക്കണം. LLB പഠിക്കണമെങ്കിൽ അയാൾ ലോയർ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ആവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള MBBS ഒക്കെ പഠിക്കണം. എന്നാലേ അയാൾ ഡോക്ടർ ആവുകയുള്ളൂ. അതായത് ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് രണ്ട് മൂലധന രൂപീകരണവും നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്
ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. രണ്ട് മൂലധനവും ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതായത് ഫിസിക്കൽ ക്യാപിറ്റലിനെ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാം, അതുപോലെ തന്നെ മനുഷ്യ മൂലധനത്തെയും ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റാം എന്നാണ് പറയുന്നത്. ഇവിടെ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് വിത്ത് ടൈം. കാലാന്തരത്തിൽ രണ്ട് മൂലധനത്തിനും തേയ്മാനം സംഭവിക്കും. മനുഷ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വയസ്സാവും, അതിനനുസരിച്ചിട്ടുള്ള ഓർമ്മക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒരു യന്ത്രത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കില്ല, തേയ്മാനമൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഫിസിക്കൽ ക്യാപിറ്റലിന്റെയും ഹ്യൂമൻ ക്യാപിറ്റലിന്റെയും സിമിലാരിറ്റീസിനെ കുറിച്ചിട്ടാണ്, സമാനതകളെ കുറിച്ചിട്ടാണ്. അതിലെ ഫസ്റ്റ് വൺ, ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻസ് ആർ ദി റിസൾട്ട് ഓഫ് കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ബോധപൂർവമായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് രണ്ട് മൂലധന സ്വരൂപീകരണവും നടക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. രണ്ട് മൂലധനത്തെയും ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റാവുന്നതാണ് എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് വിത്ത് ടൈം. കാലാന്തരത്തിൽ രണ്ട് മൂലധനത്തിനും തേയ്മാനം സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിസിമിലാരിറ്റീസിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിന്റെയും ഫിസിക്കൽ ക്യാപിറ്റലിന്റെയും ഡിസിമിലാരിറ്റീസ് അഥവാ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാൻജിബിൾ. അതായത് ഭൗതിക മൂലധനം സ്പർശനീയമാണ്, യന്ത്രങ്ങളെയൊക്കെ നമുക്ക് തൊടാൻ കഴിയുന്നില്ലേ അല്ലെ. ഇനി ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻടാൻജിബിൾ. മനുഷ്യ മൂലധനത്തെ നമുക്ക് സ്പർശനീയമല്ല, അതായത് തൊടാൻ പറ്റുന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി പറയുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാൻജിബിൾ. ഭൗതിക മൂലധനം സ്പർശനീയമാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻടാൻജിബിൾ. മനുഷ്യ മൂലധനം സ്പർശനീയമല്ല. ഇനി സെക്കൻഡ് വൺ, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഭൗതിക മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർപെടുത്താവുന്നതാണ്. ഭൗതിക മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർപെടുത്താവുന്നത്. അതായത് യന്ത്രങ്ങളെ, മെഷീൻസിനൊക്കെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും നമുക്ക് വേർപെടുത്താൻ പറ്റില്ലേ. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഹ്യൂമൻ ക്യാപിറ്റലിനെ, മനുഷ്യ മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർപെടുത്താൻ കഴിയുകയില്ല. ഡോക്ടറിനെ വേർപെടുത്താൻ പറ്റുമോ? അയാളിൽ നിന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർപെടുത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. സെക്കൻഡ് വൺ, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഭൗതിക മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർപെടുത്താം. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. അതായത് മനുഷ്യ മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും മാറ്റാൻ കഴിയുകയില്ല, വേർപെടുത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് വിത്ത് യൂസ്. ഫിസിക്കൽ ക്യാപിറ്റൽ ഉപയോഗിക്കും തോറും തേയ്മാനം സംഭവിക്കും. ഭൗതിക മൂലധനം ഉപയോഗിക്കും തോറും തേയ്മാനം സംഭവിക്കും. ഒരു മെഷീനൊക്കെ ആണെങ്കിൽ, അതായത് യന്ത്രങ്ങളൊക്കെ അതായത് കൂടുതൽ ഉപയോഗിക്കും തോറും അതിന് തേയ്മാനം സംഭവിക്കും. ഇനി പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് വിത്ത് ഏജ്. അതായത് മനുഷ്യ മൂലധനത്തിന് പ്രായം കൂടുന്തോറും, പ്രായമാകുമ്പോഴാണ് തേയ്മാനം സംഭവിക്കുന്നത്. മനുഷ്യ മൂലധനത്തിന് പ്രായം വർദ്ധിക്കുമ്പോഴാണ് തേയ്മാനം സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രായം കൂടുമ്പോൾ ഓർമ്മക്കുറവ് അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ മനുഷ്യ മൂലധനത്തിന് തേയ്മാനം സംഭവിക്കുന്നത് പ്രായം കൂടുമ്പോഴാണ് എന്നാണ് പറയുന്നത്. ഡിസിമിലാരിറ്റീസ് നമുക്ക് ഒന്നുകൂടി പറയാം. അതായത് ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാൻജിബിൾ, ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻടാൻജിബിൾ. ഭൗതിക മൂലധനം സ്പർശനീയമാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ മനുഷ്യ മൂലധനം സ്പർശനീയമല്ല എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഭൗതിക മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർപെടുത്താവുന്നതാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. അതായത് മനുഷ്യ മൂലധനത്തെ അതിന്റെ ഉടമസ്ഥനിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ഡിപ്രീഷിയേറ്റ് വിത്ത് യൂസ്. ഉപയോഗിക്കും തോറും ഭൗതിക മൂലധനത്തിന് തേയ്മാനം സംഭവിക്കുന്നു. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ്